ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇന്നലെ ഞാൻ ഓൾറെഡി ഡിസ്ചാർജ്ഡ് ആയി. പിന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നതാണ്. അവന് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, മഞ്ഞപ്പിൻ്റെയും പിന്നെ തൈറോയിഡൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വന്നു, എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ചാർജാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നിങ്ങളപ്പം രാവിലെ വെയിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ. ചുമ്മാ ഇവിടെ ഇരിക്കണ്ടല്ലോ, വീട്ടിൽ പോയാൽ സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്ചാർജ് ഷീറ്റൊക്കെ എഴുതും. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും. ഓൾറെഡി അമ്മയൊക്കെ വീട്ടിൽ പോയിട്ടോ, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കൊച്ചു വരുമ്പോഴേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടർ ഇപ്പം പീഡിയാട്രിഷ്യൻ വന്നിട്ട് കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ തന്നത് ഇതുണ്ടോ. ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം കേട്ടോ ഞാനത്. ഉണ്ടോ, ഇറ്റ്സ് എ ബോയ്, ബേബി ഓഫ് അർച്ചന ആശ്രയ്, അമ്മ റൈവ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. തമ്പൂസിൻ്റെ ഫോട്ടോ കണ്ടോ. ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇതൊരു സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് കൊച്ചിന് ആദ്യമായിട്ട് കിട്ടിയ ഇങ്ങനത്തെ ഫ്രെയിമാണിത്. എന്തെങ്കിലും സൂക്ഷിച്ചേക്കാം. അത് തന്നെ കൊച്ചിന്റെ ആദ്യത്തെ കൊളാബ്. അത് കൊച്ചിന്റെ ആദ്യത്തെ കൊളാബ്. അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ പോകും. യെസ്. അട്ടമ്മേ അട്ടമ്മേ ഞങ്ങളെത്തോ, അട്ടമ്മ എട്ടോ. എന്ത് പൊന്നു, ഞങ്ങൾ ഇത്തിരി കുതുമ്പനാണ്. എന്താണ് കാര്യം? രാവിലത്തെ വെയിൽ കൊള്ളാൻ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 ദിവസത്തേക്ക് അങ്ങനെ കൊള്ളിക്കാൻ നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടി ഉടുപ്പൊക്കെ ഊരിയപ്പോഴുള്ള കരച്ചിലാണ് കാണുന്നത് കേട്ടോ. അപ്പൊ അച്ഛനാണ് കൊണ്ടുപോകുന്നത്. കിച്ചാമിന് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നല്ല ശീലമുണ്ട്. കാരണം അവിടെ ഫാമിലിയിൽ അടുത്തടുത്ത് ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്തായിട്ട് എല്ലാ റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നല്ല ശീലമുണ്ട്. ഞാൻ ഇതുവരെ കുഞ്ഞുങ്ങളെ ഇത്രയും ചെറിയ കുഞ്ഞിനെ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന കുഞ്ഞ് എൻ്റെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പം ഒരു 10-15 ദിവസമൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ എടുത്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതേ പുള്ളിക്കാരനെ രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതാണ് കയ്യിലൊരു ചെറിയൊരു ബാൻഡൊക്കെ വന്നു കഴിഞ്ഞത്. ഈ വെയിലൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് നമുക്ക് എഴുതി തന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്, വീട്ടിലേക്ക് പോകാനുള്ള സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ ഇതേ കൊച്ചിനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ച് ഫുൾ സെറ്റാക്കുകയാണ്. ഞങ്ങളൊരു ഓറഞ്ച് ടീമിലായിരുന്നു കേട്ടോ, ഫുൾ ഡ്രസ്സ്. ഞാനത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ആയത്. എനിക്ക് ഒരു ഓറഞ്ച് കളർ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു 3 പേർക്ക് ഓറഞ്ച് കളർ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ ഡേ സെറ്റായി. അച്ഛനാണെങ്കിൽ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു ക്യാരി ബാഗിൻ്റെ ഉള്ളിൽ ആളുണ്ട് എന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തേക്ക്. അതുകൊണ്ട് വലിയ കരച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. അപ്പം ഞാൻ ഉറങ്ങുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ അവൻ നൈസായിട്ട് കണ്ണ് അങ്ങോട്ട് തുറന്നു കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ പണി പാളിയെന്ന് വിചാരിച്ചു. കാരണം കണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശക്കും, പിന്നെ പാലൊക്കെ കുടിക്കണം, അങ്ങനെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പം എന്താണ് അച്ഛൻ എന്താണ് വീഡിയോ എടുക്കണേന്നുള്ള രീതിയിലാണ് അവൻ്റെ നോട്ടം. ഒരു പുച്ഛഭാവം എൻ്റെ മുഖത്ത് ഇപ്പം തന്നെ കാണാനുണ്ട്. എൻ്റെ വീഡിയോ മൊത്തം പിടിച്ചു വെക്കുകയാണല്ലേ എന്നുള്ളത്. അപ്പം പയ്യെ ഇവനെ ഒന്നും കൂടി നമ്മൾ ഉറക്കിയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മൾ ഫുൾ റെഡിയായി ഗൈസ്. ഇനി ഇവിടെ പോകാൻ പോവാണ്. ഫുൾ പാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. മാച്ചിങ് ഓറഞ്ച് ഒക്കെ ഇട്ടാണ് ഞങ്ങൾ പോണത്. ഇതിലൊരു ഓറഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. പച്ചയുടെ ഉള്ളിൽ ഒരു ഓറഞ്ച് കുട്ടി ഉണ്ട്. ശാന്ത സ്വരൂപനാണ്. ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ നമ്മള് നമ്മുടെ EMC ഹോസ്പിറ്റലിൽ ബൈ ബൈ പറയാം. ബൈ. അങ്ങനെ നമ്മുടെ ലഗേജ് കൊണ്ടുപോകാനുള്ള ട്രോളിയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ആ ട്രോളിയും കൊണ്ടുവന്ന ചേട്ടൻ വിചാരിച്ചിട്ടുണ്ട്, ഈശ്വര ഇവർ വീടും പൂട്ടി ഇങ്ങോട്ട് പോകുന്നതാണോ എന്ന്. അത്ര സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇതിലും കൂടുതൽ സാധനമായിട്ട് പോയ ആൾക്കാരും ഉണ്ടാവും കേട്ടോ. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം. അതിൽ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇങ്ങനെ ഡെലിവറിക്കൊക്കെ പോകണമെങ്കിൽ കണ്ടോളൂ. നമുക്ക് എന്തായാലും അത്യാവശ്യത്തിനല്ല, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് പോകുമ്പോൾ അതിൽ കൂടുതൽ സാധനമുണ്ട്. കാണാൻ വന്നവരൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ കുറേയൊക്കെ വീട്ടിലേക്ക് ഓൾറെഡി അച്ഛനും അമ്മയും പോയപ്പോൾ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഫുൾ കാറിലേക്ക് കയറി സെറ്റ് ചെയ്തു. എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ അപ്പൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല സേഫ് ആയിട്ട് വെക്കുമല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പം നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ട് അവൻ്റെ അമ്മ വീട്ടിലേക്ക് പോകാനായിട്ട് ഫുൾ ഡേ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റത്തെ ഗൃഹപ്രവേശമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
എസ് അങ്ങനെ ദേ നമ്മുടെ കുഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു. ഇത്രയും പേര് നമ്മുടെ കാര്യത്തിൽ കൺസേൺ ആണെന്ന് അറിഞ്ഞതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വീഡിയോ വന്നോ നോക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണൽ മെസ്സേജും കമന്റ് സെക്ഷനിലൊക്കെ മെസ്സേജ് അയച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ടു സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡെലിവറി വ്ളോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡേ ബിഫോർ ഡെലിവറി, ഡെലിവറി വ്ളോഗ് ആൻഡ് നമ്മൾ വീട്ടിലെത്തുന്നത്. 3ഉം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണുന്നവരെ ലവ് യു, ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.